ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെലീഷ്യസ് ഡിഷസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തണ്ണിമത്തൻ യൂസ് ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ മിക്സ് ചെയ്ത ജാറിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് മൈദയുടെ അളവിലാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള മെഷർമെൻറ്റുകളൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ 1 കപ്പാണ് എടുക്കുന്നതെന്നുണ്ട് ഇതിൻ്റെ നേർ പകുതി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള തണ്ണിമത്തയാണ്. അപ്പോൾ ഞാനിതുപോലെ 2 കപ്പ് തണ്ണിമത്ത തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് തണ്ണിമത്തന് 1 കപ്പ് മൈദ, അതാണ് കേട്ടോ അതിൻ്റെ ഒരു റേഷ്യോ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനായിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണ്ണിമത്തൻ നല്ല മധുരം ഉണ്ടെന്ന് വെച്ചെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് 1 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഇവിടെ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എഡിബിൾ ഫുഡ് കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ റേഡിയൻറ്റ് പിങ്ക് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. റെഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കളർ ചേർത്തുന്നത്. അപ്പോൾ ഇത് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ കയ്യിലുള്ള ഒരു കളർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 4 ഡ്രോപ്പ് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളർ ചേർത്തുന്നത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് ലൈറ്റ് കളറായിട്ടിരിക്കില്ല, അപ്പോൾ ഒത്തിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തണ്ണിമത്തൻ്റെ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ റെഡ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യമുള്ളത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ സോഡ ഞാനൊരു ചെറിയൊരു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് സുർക്ക കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വിനാഗിരി അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര വേണ്ടുള്ളൂ കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ബേക്കിംഗ് സോഡ എല്ലാ ഭാഗത്തേക്കും ആവുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയിട്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ ഒരു പേപ്പർ കപ്പിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്കിൻ്റെ മോൾഡ് ഉണ്ട് വെച്ചെങ്കിൽ അതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മോൾഡ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന സാധാ ഗ്ലാസ്സാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അതെല്ലാം എന്ന് വെച്ചാൽ വീട്ടിൽ സ്റ്റീൽ ഗ്ലാസ്സൊക്കെ ഇല്ലേ, അതിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കാശ് കൊടുത്തിട്ട് പുറത്തുനിന്ന് മേടിക്കണം എന്നൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ളത് പാത്രത്തിൽ വെച്ചിട്ട് നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കപ്പ് കേക്കിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഗ്ലാസ്സിൽ ചെയ്യുന്നത്. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് പരന്ന പാത്രത്തിൽ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന കേക്ക് ട്രേയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. എന്തായാലും ടേസ്റ്റൊക്കെ സെയിം തന്നെയാവും, രൂപത്തിൽ മാത്രമേ ഇത്തിരി വ്യത്യാസം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ പേപ്പർ കപ്പായ കാരണം കൊണ്ടൊന്നും ഞാൻ അതിൽ ഓയിൽ ഗ്രീസ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഇപ്പം നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേയിലൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നത് നല്ലതായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാൻ ആ ഗ്ലാസ് കൊണ്ട് കീറിയിട്ട് എടുക്കുക ചെയ്തത്. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പാത്രത്തിലും ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്റ്റൗവിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു ട്രേയിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 25 മിനിറ്റാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 20 മിനിറ്റ് ആയപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ബേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 5 മിനിറ്റും കൂടി വെച്ചു. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല പൊന്തി വന്നിട്ട് ഗ്ലാസ് ഫില്ലായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് റിമൂവ് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കീറിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല മണമാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത്. അടിപൊളിയാണ്. നിങ്ങളെന്തായാലും നിങ്ങൾക്ക് തണ്ണിമത്തനൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ തണ്ണിമത്തനൊക്കെ കിട്ടുന്ന സീസണല്ലേ, അപ്പോൾ എല്ലാവരും വീട്ടിലും ഒരു പ്രാവശ്യമെങ്കിലും തണ്ണിമത്തൻ മേടിക്കാതിരിക്കില്ല. ഈ ചൂടിൻ്റെ സീസണിലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാനായാലും ഒക്കെ നമ്മൾ തണ്ണി മേടിക്കൂലേ. അപ്പോൾ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ 2 ദിവസം മുന്നേ ഞാൻ മത്തങ്ങ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തണ്ണിമത്തൻ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റിലാണ് കേട്ടോ ആ കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ കാർട്ടിൽ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിടാം. എന്തായാലും നിങ്ങൾ 2 കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം.
അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരാൾക്ക് ഉണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചെങ്കിൽ പ്ലീസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണും. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് മിസ് ചെയ്യാതെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ട് വെച്ചെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിടണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.